ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിചാരിച്ചു ഇവനെ ഉറങ്ങുവാന്ന്, പക്ഷേ ആദൂട്ടി ഉറങ്ങുമല്ല. സ്വാഗതം പറഞ്ഞപ്പോഴത്തേക്ക് ആദൂട്ടി അങ്ങ് ചിരിക്കാൻ തുടങ്ങി. എന്നൊരു കുട്ടി ഒരു സ്വാഗതം പറ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഫിസിയോതെറാപ്പി ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് ക്യാമ്പായിരുന്നു. അവർ ക്യാമ്പിന് പോയതാണ്. ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ നമുക്കിവിടെ അട്ടപ്പാടി ട്രൈബ് ഏരിയ ആയതുകൊണ്ട് അവർക്ക് ഒരാഴ്ചയിൽ ഇത്ര ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് ക്യാമ്പാണ്. അവർ ക്യാമ്പിന് പോയതാണ്. വ്യാഴാഴ്ചയിലെ അപ്പോൾ വ്യാഴാഴ്ച ഒരു ക്യാമ്പിന് പോയതാണ്. ബാക്കി എല്ലാ ദിവസവും നമുക്ക് തെറാപ്പി ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിശേഷമല്ല കേട്ടോ, ഒരുപാട് പേരുടെ ഒരു സംശയമാണ് കേട്ടോ. ആ സംശയം അങ്ങ് തീർത്തു കൊടുത്തേക്കാന്ന് വിചാരിച്ചു. എന്നെ സ്നേഹിക്കുന്നവർക്കല്ല കേട്ടോ ഈ സംശയം. അല്ലാത്ത കുറേ പേരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട് കേട്ടോ. തെറ്റിദ്ധാരണയല്ല, അവരങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ നോക്കുന്നതാണ്. അപ്പം നമുക്കതൊന്ന് തിരുത്തണ്ടേ. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആദൂട്ടിക്ക് ഫുൾ ചികിത്സ ഫ്രീ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഫുൾ ചികിത്സ നമ്മുടെ ആദൂട്ടിക്ക് ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ അതാരാണോ ഫ്രീ കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആരാണോ അത് ഫ്രീ കൊടുക്കുന്നത്, അതാരാണോ ഇറക്കിയതാരാന്ന് എനിക്കറിയാം, അച്ചടിച്ച് ഇറക്കിയതാരാന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അത് എവിടെയാണ് ഫ്രീ കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു രൂപ പോലും മുടക്കില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യം കടം നിങ്ങൾ പിന്നെ എന്തിനും നിങ്ങൾ ആൾക്കാർ തരുന്ന ആരെങ്കിലും പൈസ തന്നാൽ കഴിയുന്നത്, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കടം ചോദിക്കുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ. ഇതൊരു 3-4 പേര് ഇപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട്, നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലാതെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെന്തായാലും ഒരു ക്ലാരിഫിക്കേഷൻ വേണം. എനിക്ക് തോന്നി കേട്ടോ, അതിനൊരു മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. എന്നെ സ്നേഹിക്കുന്നവർക്കറിയാം. ആദൂട്ടിൻ്റെ ചികിത്സേൻ്റെ കാര്യവും ചിലവിൻ്റെ കാര്യവും എല്ലാം അറിയാം കേട്ടോ. നമ്മൾ ആദൂട്ടിക്ക് ഏറ്റവും വലിയൊരു ടെസ്റ്റ് ചെയ്തേക്കുന്നത് ജീൻ ടെസ്റ്റാണ്. അത് നമ്മൾ തിരുവനന്തപുരത്ത് SIT കാണിച്ചപ്പം അവിടുത്തെ മേരി ഐപ്പ് എന്ന് പറഞ്ഞ ഒരു മേഡാണ് എഴുതി തന്നത്. അത് ചെയ്തത് ലാൽപത് ലാബിലാണ്. അതിന് നമുക്ക് അന്നായത് 45,000 രൂപയാണ് കേട്ടോ. ഒരു ടെസ്റ്റിനാണ് 45,000 രൂപയായത്. സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞു നടക്കുന്ന സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മൊത്തം ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. ജീൻ ടെസ്റ്റിന് എത്രയാണെന്നൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അവരെന്തായാലും ഒന്ന് പറഞ്ഞുതരും, ജീൻ ടെസ്റ്റിന് എത്രയാണെന്ന് പറഞ്ഞുതരും. പിന്നെ ഇപ്പോഴത്തെ തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണെന്നറിയാമോ കൂട്ടുകാരെ, നമ്മുടെ ആദൂട്ടിക്ക് ചികിത്സകളെല്ലാം ഫ്രീ ആണ്, മരുന്നുകളെല്ലാം ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ് കേട്ടോ. അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞു നടക്കുന്നത്. അപ്പം ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നു, നമ്മുടെ ആദൂട്ടിക്ക് ഫിസിയോതെറാപ്പി ഫ്രീ ആണ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, സ്പീച്ച് തെറാപ്പി വരുവാണെങ്കിൽ അതും ഫ്രീ ആണ്. അന്നും ഇന്നും ഞാൻ തറപ്പിച്ച് പറയുന്നു, ആദൂട്ടിക്ക് ഇത് 3ഉം ഇവിടെ ഫ്രീ ആണ്, അട്ടപ്പാടിയിൽ ഫ്രീ ആണ്. അപ്പം കുറേ പേരിങ്ങനെ പറഞ്ഞിങ്ങനെ അച്ചടിച്ച് കൈമാറി അത് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കത് കൂട്ടുകാരോട് എല്ലാവരോടും പറയാൻ തോന്നി, എന്നെ സ്നേഹിക്കുന്നവരോട് എല്ലാവരും പറയാൻ തോന്നി. കാരണം ഇത് കുറച്ച് പേര് എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഞാൻ പറയുന്നത് ഫിസിയോതെറാപ്പി ഫ്രീ ആണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ കുട്ടികളുടെ ഡോക്ടറെ കാണിക്കും. കുട്ടികളുടെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടും, ഇല്ലെങ്കിൽ ഇവിടുന്ന് അതും കിട്ടത്തില്ല കേട്ടോ. അപ്പം അതും നമുക്കങ്ങനെ ഫ്രീ അല്ല. പിന്നെ ആദുമോൻ്റെ ചികിത്സ ആദൂട്ടിയിൽ നിന്ന് മാറ്റി പിടിക്കട്ടെ കേട്ടോ. മാറ്റി പിടിച്ചിട്ട് പറയാം. എൻ്റെ കയ്യിലിവിടെ കിടപ്പുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദൂട്ടിക്ക് ആദ്യം മരുന്ന് വാങ്ങിയത് തിരുവനന്തപുരം SIT നിന്നാണ്. ഞാൻ നെറ്റ് ഒന്ന് ഓഫാക്കിയിടാൻ പോയതാണ്. വാട്സപ്പിലേക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നാൽ അത് അന്നേരം ഫോണിലേക്ക് കയറി വരും, ബെറ്റിംഗ് വെച്ചേക്കും. നമ്മൾ ആദൂട്ടിനെ ആദ്യം കാണിച്ചത് തിരുവനന്തപുരം SIT-യിലാണ്. SIT-യിൽ നമ്മൾ പോയി കഴിയുമ്പം അവിടെ മെഡിസിൻ വരെ പുറത്തുനിന്നാണ് വാങ്ങുന്നത്. തിരുവനന്തപുരം SIT എല്ലാവർക്കും അറിയാം. അവിടുന്ന് മെഡിസിൻ എല്ലാം നമ്മൾ പുറത്തുനിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അന്ന് ആദൂട്ടിക്ക് നല്ല മെഡിസിൻ, ഒരു ഗുളികയ്ക്ക് 100 രൂപയുടെ സമയം ഉണ്ടായിരുന്നു. ഒരു ഗുളികയ്ക്ക് 100 രൂപ. അപ്പം അങ്ങനെ അവിടുന്ന് മേടിച്ചു. പിന്നെ നമ്മൾ എവിടെയാണ് പോയത്? മറ്റേ വൈക്കത്ത് ഇൻഡോ അമേരിക്കയിലാണ് പോയത്. അവിടെ മരുന്ന് നമ്മൾ മേടിച്ചുകൊണ്ട് 15,000 രൂപ 16,000 രൂപയുടെ മരുന്നാണ് അവിടെ നമ്മൾ മാസം മേടിച്ചുകൊണ്ടിരുന്നത്. അതും ഈ വൈക്കം ഇൻഡോ അമേരിക്കൻ പ്രൈവറ്റ് ആശുപത്രിയാണ്. അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അതിന് ചെക്കപ്പും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാതെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഷൊർണൂർ ഐക്കോൺസിലേക്ക് മാറി. ഇവിടെ വന്നപ്പം ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, താഹിറ എന്നാണ് പേര്. താഹിറയ്ക്ക് വ്യക്തമായിട്ടറിയാം
താഹിറയാണ് പേര്. താഹിറയോട് പറഞ്ഞു ചേച്ചി നിങ്ങളൊരു കാര്യം ചെയ്യുക, ഷൊർണൂർ ഐക്കോൺസിൽ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ മോനെ ഷൊർണൂർ ഐക്കോൺസിലാണ് കാണിച്ചത്. ആദ്യത്തെ പ്രാവശ്യം ആദൂട്ടിക്ക് നല്ലൊരു എമൗണ്ട് അവിടെ ആശുപത്രിയിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെക്കപ്പ് ചെയ്യുവാണെങ്കിൽ പകുതി പൈസ, ഇപ്പം 2000 രൂപയാണെങ്കിൽ 1000 രൂപ നമ്മൾ അടയ്ക്കണം. പക്ഷേ മെഡിസിൻ എല്ലാം പുറത്തുനിന്നാണ്. ആദൂട്ടിയുടെ ചികിത്സയുടെ എല്ലാ മെഡിസിനും ഒരു 8 സൈസ് മെഡിസിൻ ഉണ്ട്. ആ 8 സൈസ് മെഡിസിനും ആദൂട്ടിക്ക് പുറത്തുനിന്നാണ്. അപ്പം ഇത് ചിലർക്ക് ഉള്ളിയൊരു തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. ആദൂട്ടിക്ക് എല്ലാം ഫ്രീ ആണ്. കാരണം ഹോസ്പിറ്റലുകാർ വണ്ടി വിളിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി മരുന്ന് തരും. പിന്നെ പൊട്ടിച്ച് വായിലേക്ക് വെച്ച് കൊടുക്കണമെങ്കിൽ അവരെ വിളിച്ചാൽ മതി, അവർ വന്ന് വെച്ച് തരും. അപ്പം അങ്ങനെ ചിലർ പറഞ്ഞ് പരത്തുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ വന്നത്. ഇത് പറഞ്ഞവരോടാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർ വീട്ടിൽ കൊണ്ടുവന്ന് ഗുളിക പൊടിച്ചിട്ട് കൊച്ചിൻ്റെ വായി കൊടുക്കും. അതുവരെ ഫ്രീ ആണ് കേട്ടോ. പിന്നെ നമ്മൾ നിൽക്കുന്നത് അട്ടപ്പാടിയിൽ കോട്ടത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിവിടെ കുഞ്ഞിന് വേണ്ടി വീട് വാടകയ്ക്ക് എടുത്ത് നിൽക്കുവാണ്. അപ്പം അതൊന്നും ചിലവല്ല കേട്ടോ, ഒന്നിനും ചിലവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വീട് വാടകയ്ക്ക് എടുത്താണ് നിൽക്കുന്നത്. മാസം റെൻറ്റ് കൊടുക്കണം. നമ്മുടെ ചിലവ്, നമ്മൾ മോന് ഫിസിയോതെറാപ്പിക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി വരും, ഇടയ്ക്ക് നമുക്ക് ഓട്ടോയാണ് വരുന്നത് കേട്ടോ. ഓട്ടോ നമ്മൾ വിളിക്കുവാണ് ചെയ്യുന്നത്. അങ്ങനെ ഓട്ടോയ്ക്കാണെങ്കിൽ നമുക്കൊരു ദിവസം 100 രൂപ ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് ഇല്ലാതെ വന്നപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 250 രൂപയായിരുന്നു ഫിസിയോതെറാപ്പിക്ക്. അന്ന് 200 60-70 രൂപ വണ്ടിക്കൂലി അങ്ങനെയായിരുന്നു. 270 രൂപയായിരുന്നു. അങ്ങനെ കൊടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചികിത്സ ഫ്രീ ആണെന്ന് പറഞ്ഞ് അച്ചടിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത്. മോൻ്റെ ചികിത്സ ഷൊർണൂർ ഐക്കോൺസിനാണ്. മോനെ അവിടെ ഇപ്പോൾ കാണിച്ചിട്ട് കുറച്ചായി. ഇനി ആദൂട്ടീനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം. ചികിത്സ ആദൂട്ടീനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാനായിട്ടുണ്ട്. ഇനി ഒന്ന് കൊണ്ടുപോയി കാണിക്കണം. പിന്നെ ആദൂട്ടീൻ്റെ മെഡിസിൻ എല്ലാം നമ്മൾ മേടിക്കുന്നത് ഇവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു കടയുണ്ട്, ചന്തക്കട എന്ന് പറയും. ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമ്മൾ കടവാണ് മേടിച്ചുകൊണ്ടിരുന്നത്. മാസം പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നതും. അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ നമുക്കൊരാൾ നമുക്ക് സഹായിക്കുന്നുണ്ട്. ആ സഹായിക്കുന്ന ഒരാളുടെ പേര് അത് ഞാൻ പുറത്ത് വരും. ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാളെ കാണിച്ചിട്ട് ഞാൻ പറയും ഇന്നയാളാണ് സഹായിച്ചതെന്നുള്ളത് കാണിക്കും. അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു സംശയമുള്ളവർക്കുണ്ടെങ്കിൽ ആദൂട്ടീൻ്റെ ഫയലും കാര്യങ്ങളും എല്ലാം തരാം. പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കൂട്ടോ. ആദൂട്ടിക്ക് 1 രൂപ പോലും മുടക്കില്ല. ഞാൻ നുണ പറയുന്നതാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഒരു വയ്യാത്ത കൊച്ചിനെ വെച്ചിട്ട് ഒരമ്മ എന്തിനു നുണ പറയുന്നു? ഒന്ന് പറയുമോ? എൻ്റെ ജീവിതത്തിൽ വന്നത്രയൊന്നും എനിക്ക് വരാനില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം തരാവുന്നതിൽ ഏറ്റവും വലിയ ഇതാണ് ഞാൻ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ മേളിൽ കൂടി കയറിയിട്ട് ആരെങ്കിലും ഗോൾ അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. കാരണം സമ്മതിക്കത്തില്ല. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, പണ്ടത്തെ ആളല്ല ഞാൻ നാളെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ മാത്രമേ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എല്ലാവരോടും ദേഷ്യപ്പെട്ടും ഒന്നും ഒരു സംസാരം പറയാത്ത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദൂട്ടിക്ക് ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ ഭയങ്കര വിഷമാണ്. അത് ആരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര വിഷമാണ്. അപ്പോൾ ചികിത്സ ഫ്രീ ആണെന്ന് പറഞ്ഞ് പറ്റുന്നവരോടാണ് പറഞ്ഞത്. കാരണം മോൻ്റെ ചികിത്സയുടെ ഫയല് മേടിച്ച് 800 രൂപയ്ക്കാണ്. ഇത്ര ഉള്ളൊരു വലിയൊരു ഫയലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫയലടക്കം കാണിച്ചു തരാം. മോന് ചികിത്സ ഫ്രീ ആണോ അല്ലയോ എന്ന് എന്തായാലും വരുന്നവർക്ക് കാണിച്ചു തരാം. സംശയമുള്ളവർ വണ്ടി വിളിച്ചിങ്ങോട്ട് പോര്, അട്ടപ്പാടിക്ക് പോര്, പറഞ്ഞുതരാം. പിന്നെ മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ അറിയാം കേട്ടോ. നമുക്ക് ആദ്യമേ കുറച്ച് നാൾ മെഡിസിൻ RBSK സ്കീമിൽ കിട്ടുമായിരുന്നു. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആദൂട്ടിയുടെ എല്ലാ മരുന്നും ഒരു 2 കൊല്ലത്തിന് മുമ്പ് ഇവിടെ വന്നിട്ട് എനിക്കൊരു 3-4 മാസം കിട്ടിയിട്ടുള്ളൂ കേട്ടോ. RBSK സ്കീമിൽ എല്ലാ മെഡിസിനും കിട്ടുമായിരുന്നു കേട്ടോ. കാരണം നമുക്ക് കാർണിയോഷൂർ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അതിന് 245 രൂപയാണ്. കാർണിയോഷൂറിന് 245 രൂപയാണ്. അത് 5 ടിന്ന് 6 ടിന്ന് മോന് ഒരു മാസം വേണം. അപ്പം അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു 2 കൊല്ലത്തിന് മുമ്പ്. 2 കൊല്ലത്തിന് മുമ്പ് 3 മാസം മാത്രമാണ് അത് നമുക്ക് കിട്ടിയത് കേട്ടോ. 3 മാസം. അത് 3 മാസം മാത്രമാണ് നമ്മൾ ആദൂട്ടിക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടിയത്. അതിന് മുമ്പ് നമ്മളെല്ലാ മെഡിസിനും വാങ്ങി, ഇപ്പോഴും വാങ്ങും. എത്ര നിവൃത്തിയില്ലേലും എന്ത് കാണിച്ചിട്ടാണെങ്കിലും നമ്മുടെ മോൻ്റെ മെഡിസിൻ നമ്മൾ മേടിച്ചു കൊടുക്കും. അപ്പം അതിനകത്ത് ആരും പൊങ്കാല ഇടാനോ ഒന്നിനും വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ട. കടം മേടിച്ചിട്ടാണേലും അല്ലാതെ തരുന്നവരും ഉണ്ട്. അത് ഞാൻ പറഞ്ഞത്. ഒരാളുണ്ട് ഇതിനൊക്കെ പിന്നിൽ. അയാളെ ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കൊണ്ടുവരുള്ളൂ. ഇപ്പം ആരും
അതിൻ്റെ ചികിത്സ ഒറ്റ രൂപ പോലും മുടക്കില്ല. ചിലർ ഭയങ്കരമായിട്ട് വിളിച്ചു പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്, ഒറ്റ രൂപ പോലും അവൾക്ക് മുടക്കില്ല. പിന്നെ എന്നതാ ഈ പെണ്ണുമ്പിള്ള പറയുന്നതെന്ന് കേട്ടോ. ഒരു കൊച്ചിനെ വിറ്റ് തിന്നേണ്ട ഗതികേട് സൗമ്യക്ക് വന്നിട്ടില്ല. ആദൂട്ടിക്ക് ഭയങ്കര അന്തസ്സായിട്ട് പണിക്ക് പോകാൻ എനിക്കറിയാം, അന്തസ്സായിട്ട് കൂലിപ്പണി എടുത്തിട്ടുണ്ട്, പോകാൻ ഇനിയും എനിക്കറിയാം, എനിക്കതിനൊരു മടിയുമില്ല കേട്ടോ. പിന്നെ ആദൂട്ടീൻ്റെ അച്ഛൻ ഇത്രയോ നാളും ആദൂട്ടീൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു വയ്യായിക വന്നപ്പോഴാണ് ആൾ വീട്ടിലിരുന്നത്. ഇപ്പോൾ ആൾ വീണ്ടും പണിക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് താണ്ഡവ നൃത്തം ആടിയും വേണ്ടി ചാഞ്ഞ് നിൽക്കുന്ന മരത്തിന് നൃത്തം ആടി ചികിത്സ ഫ്രീ ആണ്, അത് ഫ്രീ ആണ്, ഇത് ഫ്രീ ആണ്, ഈ പെണ്ണുമ്പിള്ള നുണ പറയുകയെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരരുത്. ഒരു കയ്യിലുണ്ടാവുന്ന ഒരു കുറഞ്ഞ പേരേ ഉള്ളൂ കേട്ടോ, കൂട്ടത്തോടെ ഉള്ളത് ഒരു കുറഞ്ഞ പേരേ ഉള്ളൂ. അവരോടാണ് പറയുന്നത്. പിന്നെ ബാക്കി ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് പേര്. ഇന്നെനിക്കൊരു പട്ടാളക്കാരൻ കമൻറ്റ് ഇട്ടാണ്, ചേച്ചി ഞാൻ കാർഗിൽ നിന്നാണ് കമൻറ്റ് ഇടുന്നത്, ഞാൻ മോൻ്റെ ഇത് കാണുന്നത് ഇവിടെ ഇരുന്നാണ്, മോന് ഭേദമാകും ചേച്ചി, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നും പറഞ്ഞ്. എന്തൂരം പേരാണെന്നറിയാമോ നമ്മുടെ ആദൂട്ടിക്ക് പ്രാർത്ഥിക്കാൻ, എന്തൂരം പേര്. കുറേ അമ്മമാരുണ്ട്, കുറേ അച്ഛന്മാരുണ്ട്, കുറേ ചേട്ടന്മാരുണ്ട്, കുറേ ചേച്ചിമാരുണ്ട്, ഒരുപാട് നല്ല നല്ല ആൾക്കാരുകളുണ്ട്. അപ്പം അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയാൻ നിൽക്കണ്ട. ആദൂട്ടിക്ക് ഇവിടെ ഫിസിയോതെറാപ്പി മാത്രമേ ഫ്രീ ഉള്ളൂ, ബാക്കി ഒരു ചികിത്സയും ആദൂട്ടിക്ക് ഫ്രീ അല്ല. ബാക്കി എല്ലാ മെഡിസിനും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുവാണ്. നമ്മൾ ഷൊർണൂർ ഐക്കോൺസിലാണ് മോൻ്റെ ചികിത്സ. ഇപ്പം കുഞ്ഞിനെ ഒന്ന് മാറ്റി കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കോഴിക്കോട് മൈത്രയിലേക്ക് കുഞ്ഞിനെ ഒന്ന് മാറ്റി കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഏതൊക്കെ ലോകത്ത് കൊണ്ടുപോകാൻ പറ്റുമോ, അതിപ്പോൾ തെണ്ടിയിട്ടാണേലും തെണ്ടിയിട്ടാണേലും ഞാൻ കൊണ്ടുപോകും. ഏത് ലോകത്ത് കൊണ്ടുപോയിട്ട് എവിടുന്ന് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദൂട്ടീനെ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചിരിക്കും. അപ്പം ഞാൻ തെണ്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല. നാളെ ഒരു കാലത്ത് എനിക്കൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും പറയും, എനിക്ക് ഇന്നപോലെ കൊച്ചിനൊരാവശ്യം വന്നു, എനിക്ക് തരുമോന്ന്. കക്കാനും പോകുന്നില്ല, മോഷ്ടിക്കാനും പോകുന്നില്ല, വേറെ ഒരു പണിക്കും പോയിട്ടല്ല. തെണ്ടി ജീവിക്കാനായിട്ട് അതിൻ്റെ ഒരു അന്തസ്സുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ആർക്കും ഒന്നും തോന്നരുത്. ഇത്ര ഒരു മറുപടി എനിക്കൊന്ന് പറയണം തോന്നി കേട്ടോ. ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാനൊന്നും അല്ലാതായിപ്പോവും. എല്ലാം ഫ്രീ ആണെന്ന് പറയുന്നവരോടാണ് കേട്ടോ. അതുമോൻ്റെ ചികിത്സ ഫ്രീ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന, അപവാദം പറഞ്ഞ് നടക്കുന്ന കുറേ പാഴ് ജന്മങ്ങളോടാണ് ഞാൻ ഈ മറുപടി പറഞ്ഞേക്കുന്നത്. മോൻ്റെ ചികിത്സ ഫ്രീ ആണോന്ന്. പിന്നെ സംശയമുള്ളവർക്ക് വരാം, ആദൂട്ടിൻ്റെ ഫയലുകൾ പരിശോധിക്കാം, എല്ലാം ചെയ്യാം. എവിടെയും എന്ത് ഫയലും തരാൻ. പിന്നെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഷൊർണൂർ ഐക്കോൺസ് ഫോണിൽ അടിച്ചാൽ മതി, വരും. അവിടെ നിന്ന് കാര്യങ്ങൾ മാത്രം മനസ്സിലാകും. ഇല്ലെങ്കിൽ ഇതിപ്പോൾ ട്രൈബൽ ഹോസ്പിറ്റൽ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ചോദിച്ചാൽ മതി. ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും എന്തൊക്കെ മരുന്നുണ്ട് ഫ്രീ എന്ന് അവർ പറഞ്ഞു തരും കറക്റ്റായിട്ട്. അപ്പോൾ പിന്നെ ഇത്രയും മറുപടിയെങ്കിലും കൊടുക്കണ്ടേ കൂട്ടുകാരെ ഞാൻ വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കുറേ ദിവസമായിട്ടോ ഇതിനൊരു മറുപടി കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. സമയമാവട്ടെ എന്ന് വിചാരിച്ചിരുന്നിരുന്ന് അപ്പോൾ വീണ്ടും കുത്തിക്കൊണ്ടിരിക്കുവാണ്. നമുക്കിപ്പോൾ നമ്മൾ വയനാട്ടിൽ നിൽക്കാത്തതിൻ്റെ കാരണമൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞു. എനിക്ക് വയനാട്ടിൽ മോനെയും കൊണ്ട് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എനിക്ക് കുഞ്ഞാവിനെ കാണിക്കാം, വയനാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ഒന്നും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോനെ ഓടിച്ചാടി നടത്തണം, സ്കൂളിൽ പോയി പഠിക്കണം, പഠിച്ചു വന്നിട്ട് അമ്മേനോടെല്ലാം പറഞ്ഞു തരണം, അല്ലേ? കണ്ടോ, ഇത്രയും വരെ ഞാനൊന്നും ആക്കിയെടുത്തില്ല. അപ്പം ഞാൻ എങ്ങനെയാലും എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ ഇന്നാളും പറഞ്ഞാണ്. പിന്നെ ഞങ്ങൾക്ക് ചികിത്സ ഫ്രീ ആണെങ്കിൽ തന്നെ ഈ പറയുന്നവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ അതും കൂടി എനിക്കൊന്ന് ചോദിക്കണം. ഞങ്ങൾക്ക് ചികിത്സ മൊത്തം ഫ്രീ ആണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇത് കിട്ടാനുണ്ടോ? അതുകൂടി പെൻഷൻ ഉണ്ട് കേട്ടോ, മാസം 1600 രൂപ പെൻഷനുണ്ട്. അതില്ലെന്ന് നമുക്ക് പറയരുത്. പിന്നെ പിള്ളേർക്ക് എല്ലാവർക്കും കിട്ടുന്ന പോലെ അതുകൂടി 1600 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. അത് ക്രിസ്മസ് അങ്ങനെയുള്ളതിനായിട്ട് കിട്ടുന്നത്. ഇത്രയെങ്കിലും ഒരു മറുപടി പറഞ്ഞില്ലെങ്കിലേ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരായിട്ടോ, ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, അവിടെ മൊത്തം ചികിത്സ ഫ്രീ അല്ലേ, പിന്നെ നിങ്ങൾക്ക് എന്താണ് പൈസ ചിലവെന്ന് എന്നോട് ചോദിച്ചവരുണ്ടോ, അവരോടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കുറേ സ്ഥലത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പെണ്ണുമ്പിള്ള നുണ പറയുന്നതാണ്. അപ്പം ചികിത്സ ഫ്രീ ആണ്. പെണ്ണുമ്പിള്ളേന്ന് വിളിച്ചതൊന്നും എനിക്ക് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ സംസ്കാരമേ അവനവൻ കാണിക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ നല്ലവരായ കൂട്ടുകാരോടല്ല പറഞ്ഞത്. കുറച്ച് പേരുണ്ട് നമുക്ക്.
ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന കുറച്ച് പേരുണ്ട്. അവരോടാണ്, അവർക്കുള്ള ഒരു മറുപടിയാണ്. അപ്പോൾ ഇത്രയെങ്കിലും പറയണം കേട്ടോ. പറഞ്ഞില്ലേ എനിക്കൊരു സമാധാനം വരില്ല. അതുകൊണ്ടാണ് നമുക്ക് ആൾക്കാരിങ്ങനെ ചുമ്മാ ഓരോന്ന് പറഞ്ഞിരിക്കുമ്പോൾ എല്ലാവരും വിശ്വസിക്കും സത്യമാണ്. പാതുട്ടീൻ്റെ ചികിത്സ ഫ്രീ ആണോ അല്ലയോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷൊർണൂർ ഐക്കോൺസിൽ നല്ലതാണ് കേട്ടോ. മുരുകൻ സാറിനെയാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ പാതുട്ടിക്ക് അന്ന് MRI പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ MRIയുടെ നമുക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന്. മയക്കി കഴിഞ്ഞാലൊക്കെ പ്രശ്നമാകും, ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും അത് വേണ്ടതെല്ലാം നമ്മൾ ചെയ്യും. പാതുട്ടീൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്ന് വരെ ഒരു മുടക്ക് വരുത്തിയിട്ടില്ല. അത് ഇനിയൊട്ട് മുടക്ക് വരുത്തുകയില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ നല്ല കൂട്ടുകാരോടല്ല പറഞ്ഞത്, കുറച്ച് പേരോടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. നമ്മുടെ ചാനൽ പാതുട്ടിയുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.